Hi everyone, welcome back to our channel. ഇന്ന് നമ്മുടെ കയ്യിൽ രണ്ട് ഹാങ്ങിങ് പോട്ട്സ് ഉണ്ടായിരുന്നു ട്ടോ. അപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഗ്രീൻ ടർട്ടിൽ വൈനും പർപ്പിൾ ടർട്ടിൽ വൈനും കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യൂ ട്ടോ. അപ്പോൾ ഞാൻ അധികം പറഞ്ഞൊന്നും ബോറടിപ്പിക്കാതെ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ രണ്ട് ടൈപ്പായിട്ടുള്ള ടർട്ടിൽ വൈൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഒന്ന് ഈ പർപ്പിൾ ടർട്ടിൽ വൈനും അതുപോലെ തന്നെ ഒന്ന് ആ ഗ്രീൻ ടർട്ടിൽ വൈനുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏകദേശം നമ്മൾ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് വേറൊരു പൊടിലോട്ട് മാറ്റണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഒരു യെല്ലോയിഷ് കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വെയിലൊട്ടും പറ്റാത്തൊരു പ്ലാന്റാണിത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണൂ. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഗ്രീൻ ടർട്ടിൽ വൈൻ. കണ്ടോ, ഇതിൽ ഒരുപാട് യെല്ലോയിഷ് കളറായിട്ടുള്ള ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കത് മാറ്റി വേറൊരു പോട്ടിലോട്ട് വെക്കണം. അപ്പോൾ അതാണ് ഞാനിവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്ത് ഒരേ ലെവലിലായിട്ട് തന്നെ ഞാൻ കുറച്ചങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു പോട്ടിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് ഇനിയും ഒരുപാട് താഴേക്ക് വളർന്നു വരും. അതുകൊണ്ട് കട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്തായാലും ഈ ഒരു ഗ്രീൻ ടർട്ടിൽ വൈനിൻ്റെ ഒക്കെ കാലാവധി പറയുന്ന ഏകദേശം ഒരു വർഷമൊക്കെ തന്നെ ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് വേറെ പൊടിലോട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതിൻ്റെ പ്ലാന്റ്സിനെ കിട്ടും. അപ്പോൾ ഈ ഒരു പർപ്പിൾ ടർട്ടിൽ വൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങോട്ട് താഴത്തേക്ക് തൂങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗം മാത്രമാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ നിറയെ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ മണ്ണിലിട്ട് കൊടുത്താലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടിയിട്ട് ഈക്വലായിട്ട് എടുത്തിട്ട് ഇത് രണ്ടും മാത്രമാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. അപ്പം ഞാൻ മണ്ണെടുക്കാൻ പോയപ്പോൾ അവിടെ കുറച്ച് കൂവ, അതുപോലെ തന്നെ നമ്മുടെ കപ്പക്കിഴങ്ങ്, എന്താ പറയുക, പൂളക്കിഴങ്ങ്, കൊള്ളി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമൊക്കെ ഇവിടെ അമ്മ നട്ടു വെച്ചിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അതൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അപ്പുറത്തുനിന്ന് നല്ല പുതുമണ്ണ്, നല്ല മണ്ണാണ് കേട്ടോ, അപ്പോൾ അത് എടുക്കുകയാണ്. രണ്ടും നമ്മൾ ഈക്വലായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഞാൻ ഇതിൽ ചകിരിച്ചോറൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് രണ്ടും നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ മണ്ണും നമ്മുടെ ചാണകപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ട് കേട്ടോ. അപ്പോൾ ഇതിന് ഹോൾസ് ഉണ്ടോയെന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമാണ് നമ്മൾ ഇതിൽ മണ്ണൊക്കെ നിറച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഹോൾസ് ഇല്ല എങ്കിൽ നമ്മളത് ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് കട്ടയായിട്ടുള്ള മണ്ണൊക്കെ ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള മണ്ണൊക്കെ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പം നമ്മളിതിൽ ഒരുപാട് മണ്ണ് നിറച്ച് കൊടുക്കരുത്. ഒരു 3/4 ഭാഗം ആകുമ്പോഴത്തേക്കും മണ്ണ് നിറയ്ക്കുന്നത് നിർത്തണം. ഇപ്പോൾ കണ്ടോ, ഞാനിവിടെ ഇത്രത്തോളം മണ്ണാണ് കേട്ടോ നിറച്ച് കൊടുക്കുന്നത്. ഇനി ഇത്രയും സ്പേസ് ബാക്കിയുണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രീൻ ടർട്ടിൽ വൈൻ അങ്ങ് വിരുത്തി വെച്ച് കൊടുക്കാം. നമ്മളിത് ഹാങ്ങിങ് ബോട്ടിലാണല്ലോ ഹാങ് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് താഴേക്ക് കുറച്ച് തൂങ്ങി നിൽക്കുന്ന ഭാഗമായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് താഴേക്ക് നിറയെ അങ്ങ് തൂങ്ങി വന്നോളും. ഇനി നമ്മുടെ ഇതിൻ്റെ മുകളിലും കുറച്ചുകൂടെ മണ്ണും ചാണകപ്പൊടിയും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് നിറച്ച് കൊടുക്കണം. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട, ജസ്റ്റ് അതൊന്ന് അവിടെ ഉറച്ച് നിൽക്കാൻ പാകത്തിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ പർപ്പിൾ ടർട്ടിൽ വൈൻ ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം.
അപ്പം ഞാനിവിടെ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അതിലേക്ക് നമ്മുടെ പർപ്പിൾ ടർട്ടിൽ വൈൻ അങ്ങനെ ഞാനങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഈ ടർട്ടിൽ വൈൻ നമ്മൾ വെറുതെ മണ്ണിലിട്ട് കൊടുത്താലും തന്നെ അതങ്ങ് ഉണ്ടായി കിട്ടും. നമ്മളതിന് മുകളിൽ മണ്ണിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് മണ്ണിട്ട് കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഞാൻ 2 ടർട്ടിൽ വൈനും ഇതുപോലെ തന്നെ പോട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏതൊരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാലും അതിന് തീർച്ചയായും വെള്ളം കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ വെള്ളം കൂടെ കൊടുക്കുകയാണ്. മഴയുള്ള ടൈമാണെന്നുണ്ടെങ്കിലും മഴയില്ലാത്ത ടൈമാണെന്നുണ്ടെങ്കിലും നമ്മൾ തീർച്ചയായും ചെടി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന് വെള്ളം കൊടുക്കണം. അപ്പോൾ ഞാനിത് പൊക്കി കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ താഴെ ആ ഹോൾസ് കൂടെ താഴേക്ക് വെള്ളം വരണം. അത്രത്തോളം വെള്ളം നമ്മളിതിന് നനച്ചു കൊടുക്കണം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. കമൻസൊക്കെ നിങ്ങൾ നമ്മളെ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.